ഗൗസിയ ദവ്സംഘം മുണ്ടക്കൈ വളരെ പ്രൗഢമായി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഈ കരോക്കെ മാപ്പിളപ്പാട്ട് ഗാനാലാപന മത്സരത്തിന് ഈ വേദി അലങ്കരിക്കുകയും സദസ്സ് അലങ്കരിക്കുകയും ചെയ്യുന്ന വളരെ ബഹുമാന്യരും പ്രിയങ്കരരുമായ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിൽ നിന്ന് സന്തോഷം അറിയിക്കുകയാണ്. എന്നെ കുറച്ച് ദൂരെ നിന്നാണെങ്കിലും ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ പിന്നെ ഒരു നന്ദി പറയാൻ ചിലപ്പോൾ വിട്ടുപോയാലോ എന്നുള്ളത് കൊണ്ട് ആദ്യമായി നന്ദിയും പറയുകയാണ്. നീണ്ട പ്രസംഗത്തിനൊന്നൊരു പ്രസക്തിയില്ലാത്ത ഒരു അവസരത്തിലാണിപ്പോൾ നമ്മൾ. സമയം വളരെ ഗൗരവമുള്ളതാണ്, എനിക്കും അറിയാം. കാരണം ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഉദ്ഘാടന സാംസ്കാരിക ചടങ്ങിന് ശേഷം ഇവിടെ നടക്കേണ്ട മത്സരങ്ങൾ അതാണ് പ്രധാനം. അതോടൊപ്പം ദഫിൻ്റെ അവതരണമുണ്ട്. ഇതൊക്കെ ആവുമ്പോൾ പരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ തളരാൻ പാടില്ല. കാരണം സമയം ഒരുപാട് അങ്ങോട്ട് അതിക്രമിച്ചു പോയാൽ പാടാൻ മനസ്സിൽ മോഹമുണ്ടാവും, പാടേണ്ടത് പാടി കാണിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. കാരണം കാലങ്ങളായി പാട്ടുമേഖലയിൽ തുടരുന്നതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പ്രസംഗം വാക്കുകൾ കൊണ്ട് പരമാവധി ചുരുക്കുകയാണ്. പാടുന്നവർക്കെല്ലാം എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും ആദ്യമായിട്ട് നേരുകയാണ്. ശ്രദ്ധിച്ചു പാടുക. കാരണം മത്സരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാടിയ പാട്ടുകളുടെ വിധിയെ നിങ്ങളുടെ മുന്നിൽ പറയുകയുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ എന്നൊരു വാക്കുകളൊന്നും നിങ്ങളോട് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾ പാടി കഴിഞ്ഞതിന് ശേഷമാണ് വിധി പറയുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ പാടുന്നവരാണ്. പാടാൻ വന്ന കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ചിലപ്പോൾ എന്നേക്കാൾ പാട്ടുകളെ പരിചയപ്പെട്ടവരും അറിയുന്നവരൊക്കെ ആയിരിക്കാം. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ പാടുന്ന 5 മിനിറ്റോ 6 മിനിറ്റോ ശ്രദ്ധയോടെ പാടുക. പാട്ടിലേക്ക് ആഴ്ന്നിറങ്ങി, അങ്ങനെയാണ് പാട്ടെന്ന് പറയുന്നത്. പാട്ടിൻ്റെ ശബ്ദം മാത്രമാണ് തൊണ്ടയിൽ നിന്ന് വരുന്നത്. പാട്ടിൻ്റെ ഭാവം, പാട്ടിൻ്റെ ഈണം, പാട്ടിൻ്റെ മറ്റെല്ലാ തലങ്ങളും വരുന്നത് മനസ്സിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ ആണ്. അതാണ് യഥാർത്ഥ പാട്ട്. അപ്പം നമ്മൾ മനസ്സിലേക്ക് അലിഞ്ഞിറങ്ങി പാടുക. എന്ത് പാട്ടാണ് നിങ്ങൾ പാടുന്നതെന്നിരിക്കട്ടെ, പരമ്പരാഗത മാപ്പിളപ്പാട്ടാണോ, കല്യാണ മാപ്പിളപ്പാട്ടാണോ, ഭക്തിഗാനമാണോ, മതഗാനമാണോ, നിങ്ങൾ ഏത് കാറ്റഗറിയാണ് ഇവിടെ മത്സരത്തിന് പാടുന്നതെങ്കിലും ആ പാട്ടിലുള്ള പാട്ടിൻ്റെ കഴമ്പ് കാണിക്കുന്ന വിധം നിങ്ങളുടെ തൊണ്ടയിൽ ആ പാട്ടിനെ ഭംഗിയായി പാടി കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന 5 മിനിറ്റോ 6 മിനിറ്റോ എന്ന സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ, കാരണം പാടിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടി നന്നായിട്ട് പാടാമായിരുന്നു എന്ന് നമ്മൾ പിന്നെ ഖേദിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വിജയികളാവുന്നത് കുറച്ചു പേരായിരിക്കും. സമ്മാനം നേടുക എന്നതിനപ്പുറം പാട്ടിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ പാടാൻ ലഭിക്കുന്ന വേദിയെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തലമുറ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്. മാപ്പിളപ്പാട്ടിൻ്റെ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി മുണ്ടക്കൈ എന്നൊരു സ്ഥലത്തെ ഒന്നുകൂടി വിസ്തൃതമായിട്ട് പറഞ്ഞാൽ, കാസർഗോഡ് എന്ന് മൊത്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ പട്ടുറുമാലിലൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടുകളെ ഉള്ളംകൈയിൽ ഇങ്ങനെ വെച്ച് താലോലിച്ച നാട് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനത്തിൽ അതിനുള്ള ആദ്യത്തെ ഉത്തരം കാസർഗോഡ് എന്നാണ്. ഒരു സംശയമില്ല. ഇത് ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി തിരൂരിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ട് മൈക്കിൻ്റെ മുമ്പിൽ പറയുകയല്ല. എനിക്ക് വന്നിരുന്ന കോളുകൾ, അതായത് പട്ടുറുമാലിൽ വിധി നിർണയിച്ച് രാത്രി 8 മണി മുതൽ 9 മണി വരെ വന്ന്, പിന്നെ രാത്രി പ്രവാസികൾക്ക് വേണ്ടി 12 മണി മുതൽ 1 മണി വരെ ഉണ്ടായിരുന്നു. ആ സമയം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 12 മുതൽ 1 മണി വരെ. അപ്പോൾ സൗദി അറേബ്യയിലോ 11, 10, 9:30 അല്ലേ, 9:30 മുതൽ 10:30 വരെയാണ് അവർക്ക്. UAE ഒമാനിലൊക്കെയോ 10:30 മുതൽ 11:30 വരെയാണ് അവരുടെ സമയം വരുന്നത്. അപ്പോൾ അവർക്ക് നല്ല സമയമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉറക്കിൻ്റെ ചടവിൽ 1 മണിക്ക് ഇങ്ങനെ
കിടക്കാൻ പോകുമ്പോൾ പിന്നെ ഫോണിൻ്റെ നിരന്തരമായ റിങ്ങിങ് ആയിരിക്കും. അന്ന് മൊബൈലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിട്ടുന്ന പ്രശംസകൾ കുറച്ചൊന്നുമല്ല, അതിൽ വന്നിരുന്ന ഭൂരിഭാഗം വിളികളും കാസർകോട്ടുകാരുടെ വിളികളായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. അവർക്ക് അറിയണം എന്താണ് ആ കുട്ടിക്ക് ഇങ്ങനെ വന്നത്, എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്. ആ കുട്ടിക്ക് ഫിറോസ്ക പറഞ്ഞ കമൻറ്റ്, അത് ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി. അള്ളാ ജീവിതം അരുളുന്നു, അവനിൽ തന്നെ ചേരാനുള്ള പാട്ടൊക്കെ പാടിയ ആദിഷ് കൃഷ്ണ എന്നൊരു മോനുണ്ടായിരുന്നു. ആ മോൻ്റെ പാട്ടിനൊക്കെ വന്ന കുട്ടിപ്പട്ടുറുമാലിൽ ഞങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു പോവും, ചുരുക്കുകയാണ്. ആ മോൻ്റെ പാട്ടിനൊക്കെ വന്ന വിളികൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കഥകളൊന്നും വിവരിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് പാടുക എന്ന് മാത്രം പറയുകയാണ്. ഈ മാപ്പിളപ്പാട്ടുകളെ താലോലിച്ച് പോറ്റി വളർത്തിയ, ഇന്നും മാപ്പിള കലകളെയും, മാപ്പിളപ്പാട്ടുകളെ മാത്രമല്ല, മാപ്പിള കലകളെയും മാപ്പിളപ്പാട്ടുകളെയും ഉള്ളംകൈയിൽ വെച്ച് ഹൃദയത്തിൽ വെച്ച് താലോലിച്ച് പോറ്റി സംരക്ഷിക്കുന്ന ഒരു നാട്ടിൽ നിങ്ങൾ ഇത്ര എഫർട്ട് എടുത്ത് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചതിനും പാടാൻ താല്പര്യമുള്ള വേദികൾ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക്, നമ്മുടെ കാലഘട്ടമല്ല കേട്ടോ, ഈ ഇരിക്കുന്ന തലമുറയുടെ അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന ഒരു തലമുറയുടെ ഒരു കാലഘട്ടമല്ല. ഞാൻ 53 കൊല്ലമായി പാട്ട് പാടുന്നു. എനിക്കിപ്പോൾ 61 വയസ്സായി. ഈ 61 വയസ്സിനിടയിൽ 53 കൊല്ലമായി. 7 വയസ്സ് 8 വയസ്സിൽ പാടാൻ തുടങ്ങിയതാണ്. മാപ്പിളപ്പാട്ടുകളെ പരിചയപ്പെടുന്നത് 9 വയസ്സിലാണ്. 9 വയസ്സിൽ 7 വയസ്സിൽ പാടാൻ തുടങ്ങി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ ഓലക്കുടിലിൻ്റെ ഉള്ളിൽ കീറപ്പായ വിരിച്ച് ഓർത്തിട്ടിരിക്കണം അമ്മാത്തുവോ, കൽബും പുകഞ്ഞിട്ട് ഓളെ കണ്ണും വെച്ച അത്തറുകാരൻ മമ്മദ് കാക്ക എപ്പോൾ വരും എന്നുള്ള വിചാരത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു തമാശ മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ മാപ്പിളപ്പാട്ട് വേദിയിൽ സാമൂതിരി ഹൈസ്കൂളിൽ ഇപ്പോൾ അടുത്തിടെ മരണപ്പെട്ട KMK വെള്ളയിൽ, നിങ്ങൾ കേട്ടല്ലോ, അടുത്ത് ഒരു ആഴ്ച മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. KMKയുടെ കൂടെയായിരുന്നു എൻ്റെ ആദ്യത്തെ വേദി. ഇത് എൻ്റെ കഥ പറഞ്ഞാൽ നീണ്ടുപോകും, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അന്ന് മുതൽ മാപ്പിളപ്പാട്ടുകളെ മനസ്സിലിട്ട് താലോലിച്ച് പിന്നെ പട്ടുറുമാലിൻ്റെ ഒക്കെ ഭാഗമാവുകയും റേഡിയോ സ്റ്റേഷനിൽ പാടുകയും കേരള സംസ്ഥാന കലോത്സവത്തിൽ വർഷങ്ങളായി മാപ്പിള കലകൾക്ക് ജൂറിയായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ തേടി വന്ന സ്ഥാനങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. മാപ്പിളപ്പാട്ടുകളെയും ദഫ് തുടങ്ങിയ മാപ്പിള കലകളെയും നെഞ്ചേറ്റിയ നിങ്ങളുടെ ബഹുമാന്യനായ ഗുരുനാഥൻ, അന്തരിച്ചുപോയ മർഹൂം M. അബ്ദുൽ ഖാദർ ഹാജി മെമ്മോറിയൽ ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ഈ മത്സരം ഭംഗിയായിട്ട് നടത്താനും അതിൽ കൃത്യമായിട്ട് പാടാനൊക്കെയുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഇന്നത്തെ ഈ മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പാട്ട് പാടിയിട്ടാവില്ലേ എന്ന് ഇവർ ചോദിച്ചിരുന്നു. സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു പാട്ടിൻ്റെ അവസരമൊന്നും വൈകിപ്പോയാലുണ്ട്. എനിക്ക് പാടാനുള്ള പൂതി കൊണ്ടല്ല കേട്ടോ പറയുന്നത്, ആഗ്രഹം കൊണ്ടല്ല പറയുന്നത്. ഇവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ പാട്ടിൻ്റെ ഒരു കഷ്ണം, ഇത് ഇവിടെ ട്രാക്ക് റെഡിയാണോ, ഉണ്ടോ ഇവിടെ? സമയം വളരെ പ്രധാനമാണെന്ന് എനിക്കറിയാം. ഇവിടെ എന്നോട് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവർ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടി വരുമ്പോഴും ഇപ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ട്, ഞാനിന്ന് മാപ്പിളപ്പാട്ട് രംഗത്ത് എനിക്ക് പ്രസംഗം നീണ്ടുപോകുമെന്നുള്ളൊരു ഭയമുണ്ട് ഉള്ളിൽ. ഞാനിതിനൊക്കെ വളരെ ബഹുമാനത്തോടെ ഭയത്തോടെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഈ സെലിബ്രിറ്റി വേഷങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇങ്ങനെ പെട്ടെന്ന് കയറി വന്ന് ഞാൻ ഇന്ന ആൾ എന്നൊന്നും പറയുന്നത് ഇതൊന്നും എൻ്റെ രക്തത്തിലില്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അപ്പോൾ സമയം വൈകുന്നതിൻ്റെ ഒരു പേടിയുണ്ട്. എന്നോട് ആവശ്യപ്പെട്ടത്, ഞാൻ ഇന്നും മാപ്പിളപ്പാട്ട് രംഗത്ത് ഈ 53 കൊല്ലമായിട്ട് യാത്ര ചെയ്യുന്ന കാസറ്റിൽ എന്നെ ഞാനാക്കിയ, ചെറുതായിട്ടാണെങ്കിലും എന്നെ ഞാനാക്കിയ ഒരു പാട്ടുണ്ട്. അതിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പാടാൻ വലിയ പ്രയാസമാണ്. യാ റസൂലല്ലാ സല്ലി അലാ യാ ഹബീബി എന്ന് പറയുന്ന PT ആലിക്കുട്ടി കുരിക്കളുടെ വരികളും കോഴിക്കോട് അബൂബക്കറിൻ്റെ സംഗീതത്തിൽ അത് ഞാൻ 2 വരി മാത്രം പാടിത്തരാം. ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ കൽക്കാം നിധി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല യാ നബിയേ സലാം യാ റസൂലേ സലാം. അത് ഒറ്റയ്ക്ക് പാടാനാവില്ല, അതിന് മ്യൂസിക്കും കോറസും ഒക്കെ വേണം. അതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ മെനക്കെടാത്തത്. ഇത് വലിയൊരു പാട്ടാണ് കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ യാ റസൂലല്ലാ സല്ലി അലാ യാ ഹബീബി എന്നൊരു വിളിയുണ്ട്.
എന്നെ ആദ്യം പ്രശംസിച്ചത് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് നടൻ മാമുക്കോയെയാണ്, അന്തരിച്ചു പോയ മാമുക്ക എന്നാണ് ഞാൻ വിളിക്കുക. മാമുക്ക എന്നോട് പറഞ്ഞത് എന്താ അറിയോ, മോനെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കണടാന്ന്. അതാണ് വിളികൾ മുകളിലേക്കാണെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വിളികൾ, നമ്മൾ പടച്ചോനെ വിളിച്ചാലും റബ്ബേ എന്ന് വിളിച്ചാലും, ഇനിയിപ്പോൾ അന്യമതസ്ഥർ ഈശ്വര ദൈവമേ എന്നൊക്കെ വിളിക്കുമ്പോൾ വിളികൾ എങ്ങോട്ടായിരിക്കണം? വിളികൾ മുകളിലേക്കായിരിക്കണം എന്നാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്. അതൊരു കാഴ്ചപ്പാടാണ്. പാട്ടുകൾ അവിടെയാണ് പാട്ടുകൾ വിജയിക്കുന്നത്. ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയ ഒരു പാട്ട്, എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ടെന്ന നിലയിൽ ഇതൊന്ന് പാടും.